കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിം തന്നെ മതി. ടി വി ഇബ്രാഹിം തന്നെ വേണോ? വേറെ ആവില്ല യു ഡി എഫില് ഒരാൾക്ക് തന്നെ കൊടുക്കണമെന്നല്ലോ. ടി വി ഇബ്രാഹിം വേണ്ട. വേണ്ടെന്നല്ല, 2026 നിയമസഭാ ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടോട്ടി നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പിന്നെ ML അത്ര പോരാ, അതാണ് കാരണം. മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ എന്തൊക്കെ പുരോഗതി ഉണ്ട്, അത്ര പുരോഗതിയൊന്നും നമ്മളെ നാട്ടിലില്ല. ഇബ്രാഹിം ഇപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ട് ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളല്ലേ. കൂടാതെ അങ്ങനത്തെ വികസനമൊന്നും മൂപ്പര് കുറേ വികസനം അങ്ങനെ കാട്ടിക്കൂട്ടുന്നതല്ലാതെ പ്രത്യേകിച്ചുള്ള ഒരു വികസനം എന്താ ഒന്നുമില്ലല്ലോ. ഇപ്പം ഈ 17 റോഡിൻ്റെ തന്നെ കുറേ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ഇക്കോലത്തിൽ ആക്കിയത്. ഇതന്നെ ഇപ്പം പകുതി പണി അവിടെ, പകുതി പണി ഇവിടെ, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. നമ്മളെ കൊണ്ടോട്ടി 17 നോക്കെ ആ ഭാഗത്തൊക്കെ ഇപ്പോഴാണ് പണി തുടങ്ങി. എത്ര കാലമായി ഇവിടെ ML നിൽക്കണം. ടി വി ഇബ്രാഹിം മാറണം എന്നാണ് പറയുന്നത്. ഇബ്രാഹിം മാറണം, അതുപോലെ പാർട്ടിക്കാരനെ പറയുന്നുണ്ട്, പിടിക്കാരനെ പറയും അത് പോരാ, അത്ര പോരാന്നുള്ളത്. കാരണം അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും ചെയ്താലും അവരാ ജയിക്കുക, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടായതുകൊണ്ട്. MLന്റെ പ്രവർത്തനത്തിന്റെ മോശം കൊണ്ടാണ് ഇപ്പം കുറേ വരുന്നത്. കൊണ്ടോട്ടി മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിലേ ഇപ്പൊ കുറച്ച് സാധ്യത ലീഗ് അല്ലാതെ ജയിക്കുകയാണെങ്കിൽ ജയിക്കും എന്നുള്ള തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പം നമ്മൾ എത്ര കാലമായി ഇവിടെ നിൽക്കണ്, ഇവിടെ ഇതേമാതിരി തന്നെ ആയിട്ടുള്ളൂ, ഒന്നും വേറെ സംഭവിച്ചിട്ടില്ല. ഒരു പുതിയൊരു തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും സംഗതിയോ ഒന്നും വന്നിട്ടില്ല ഇവിടെ.